നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേറ്റുവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്ക്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങുന്നു. വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ചിൽ കടലേറ്റം രൂക്ഷം. വാർത്തകൾ വിശദമായി. ചേറ്റുവയിൽ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിൽ മിനി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി സ്വദേശി കാഞ്ഞിരപ്പള്ളി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. അടഞ്ഞുകിടന്നിരുന്ന വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടയിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അടുക്കള ഭാഗത്ത് തീ പടർന്നു. വീട്ടിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പെയിന്റിംഗ് നടക്കുന്നതിനാൽ ടർപ്പന്റ് ഉൾപ്പെടെ തീ പടരാൻ സാധ്യതയുള്ള പെയിന്റിംഗ് വസ്തുക്കളും വലിയ ഗ്യാസ് സിലിണ്ടറും അടുക്കളയിലുണ്ടായിരുന്നു. ഗുരുവായൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പരിക്കേറ്റ ജിമ്മിയെ ആദ്യം ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് തൃശൂരിലെ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു. അപകട സ്ഥലത്ത് 15ഓളം പേർ പണിയെടുത്തിരുന്നു. തൊഴിലാളികൾ ചായ കുടിക്കാൻ പുറത്തുപോയ സമയത്താണ് സംഭവമുണ്ടായതെന്നതിനാൽ കൂടുതൽ അപകടം ഒഴിവായി. ദുബായിൽ ടൂറിസം കമ്പനി നടത്തുന്ന നെടിയേടത്ത് അനൂപിന്റെ ഏകദേശം 6000ഓളം ചതുരശ്ര വിസ്തീർണമുള്ള വീട്ടിലാണ് അപകടമുണ്ടായത്. അടുക്കളയിൽ വുഡ് പാനൽ ഇന്റീരിയർ വർക്കുകൾ ഉള്ളതാണ് തീ പെട്ടെന്ന് പടരാൻ കാരണമായത്. ചിറ്റുവ GMUP സ്കൂളിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നതിനിടയിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ BS ബിനുവിനെ പരിസരവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹവും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചിരുന്ന ഇർഷാദ് K ചേറ്റുവ, ദീപു വൈലിത്തറ, KR പ്രനിൽ, ജിനീഷ്, ദീപക്, KR രാജേഷ്, ഷൺമുഖൻ എന്നിവരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങി. ദശരഥപുത്രന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ കർക്കടകത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. തൃപ്രയാറിലാണ് തീർത്ഥാടകർ ആദ്യം ദർശനം നടത്തുക. പിന്നെ കൂടൽമാണിക്യം ക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ തൊഴുത് തൃപ്രയാറിൽ തന്നെ അവസാനിക്കുന്നതാണ് ദർശനക്രമം. ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് തൃപ്രയാറിൽ ഒരുങ്ങുന്നത്. പന്തലുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഏകദേശം 5000 പേർക്ക് മഴ നനയാതെ ക്യൂ നിൽക്കാനുള്ള സൗകര്യം ക്ഷേത്രത്തോട് ചേർന്നു തന്നെ ഒരുക്കുന്നുണ്ട്. വരിയിൽ നിന്നു തന്നെ വഴിപാടുകൾ ചീട്ടാക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ക്ഷേത്ര സമിതികളും സന്നദ്ധ സംഘടനകളും ചൂടുവെള്ളം, ചുക്കുകാപ്പി എന്നിവ നൽകും. വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചികിത്സ നൽകുന്നതിനായി മെഡിക്കൽ സഹായ കേന്ദ്രവും പ്രവർത്തിക്കും. സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്തുള്ള ക്യാമറകൾക്ക് പുറമെ പോലീസിന്റെ സഹായത്തോടെ ക്ഷേത്ര പരിസരത്തും കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഒരുക്കങ്ങളുടെ മുന്നോടിയായി ദേവസ്വം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കഴിഞ്ഞ ദിവസം യോഗം നടന്നിരുന്നു. ഇത്തവണ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നതിനാൽ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും വിപുലമായി ഒരുക്കുന്നുണ്ടെന്ന് തൃപ്രയാർ ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ അറിയിച്ചു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകത്തിന് ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ വളരെ മുന്നോടിയായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പന്തലിൻ്റെ പണികളൊക്കെ ഏകദേശം ഒരുവിധമായിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ക്രമീകരണങ്ങൾ നടത്തുന്നതിനൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ 5-ാം തീയതി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷതയിൽ മെമ്പർമാരും മറ്റു ഉദ്യോഗസ്ഥരും പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു യോഗം ദേവസ്വത്തിൽ നടത്തുകയുണ്ടായി. അതിലെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം കൂടുതൽ ഭക്തജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ വരുമ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങളും അവർക്ക് ഒരുക്കങ്ങളും അവർക്ക് വേണ്ട എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള പ്രത്യേക ശ്രദ്ധ ഡിപ്പാർട്ട്മെൻറ്റ് ദേവസ്വം ബോർഡ് ഇപ്രാവശ്യം മുൻഗണനാടിസ്ഥാനത്തിൽ കരുതുന്നുണ്ട്. പിന്നെ ഭക്തജനങ്ങൾക്ക് വരുന്ന ആൾക്കാർക്ക് ചുക്കുവെള്ളം കൊടുക്കാനും
മറ്റ് സൗകര്യങ്ങളും പുറത്തായാലും വിവിധ സംഘടനകളുടെ ഭാഗമായിട്ട് പുറത്തും ഒക്കെ ചുക്ക് കാപ്പി വിതരണങ്ങളൊക്കെ ഇവിടെ പുറത്തും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരുക്കങ്ങളിപ്പോൾ മെഡിക്കലിൻ്റെ ഒരു സേവനമുണ്ട്. അവരുടെ ഒരു സ്റ്റോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യമായ സന്ദർഭങ്ങളിൽ ചികിത്സ നൽകുന്നതിനുള്ളൊക്കെ എല്ലാ ഒരുക്കങ്ങളും ഏർപ്പാടുകളൊക്കെ ആക്കി കഴിഞ്ഞു. വണ്ടി പാർക്കിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഏർപ്പാടാക്കി കഴിഞ്ഞു. പിന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് CCTV ദേവസ്വത്തിലെ അമ്പലത്തിനകത്തുള്ള CCTVകൾക്ക് പുറമെ തന്നെ പോലീസിൻ്റെ സഹായത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം ഇൻസ്പെക്ഷൻ നടന്നു. പുറത്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് അവരുടെ നിർദ്ദേശമുണ്ട്. അതുപ്രകാരം നമ്മൾ CCTV സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ചിലെ കടലേറ്റത്തിൽ അധികാരികൾ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. വർഷങ്ങളായി വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗർ മേഖലയിൽ കടൽക്ഷോഭം അതിരൂക്ഷമാണ്. മീറ്ററുകളോളം ദൂരത്തിൽ നിരവധി തവണ റോഡുകൾ പൂർണ്ണമായി ഇല്ലാതെയായി. നിരവധി വീടുകൾ തകർന്നു. മീറ്ററുകളോളം ദൂരം കരഭൂമി കടലെടുത്തു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പഞ്ചായത്ത്, വില്ലേജ്, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, തഹസിൽദാർ, MLA, ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എന്നിവയിൽ അപേക്ഷകളും നിവേദനങ്ങളും നൽകിയിരുന്നു. കൊല്ലങ്ങളായിട്ട് ഏകദേശം 25-30 വർഷത്തോളമായി ഈ കടൽഭിത്തി നിർമ്മിച്ചിട്ട് അതിനുള്ളിൽ ഒരു മെയിൻ്റനൻസ് പോലും ചെയ്യാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ കടൽക്ഷോഭം കൊണ്ട് ഞങ്ങൾക്ക് 6 മാസക്കാലമായി കുടിവെള്ളം കിട്ടിയിട്ട് ഞങ്ങൾ പലയിടത്തുനിന്നും ശേഖരിച്ചിട്ടും പൈസ കൊടുത്ത് മേടിച്ചിട്ടും ഒക്കെയാണ് ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത്. ഏതുകാലം ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പല വഴികൾ തേടി പോകേണ്ടതാണ്. ഇവിടെ റോഡുണ്ട്, അതേപോലെ കറണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഈ കടൽക്ഷോഭം വരിക്കുമ്പോൾ കൊല്ലം ഒരു പോസ്റ്റ് 2 പോസ്റ്റ് ഇങ്ങനെ മാറ്റി സ്ഥാപിച്ച് ആ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. അത് കടൽഭിത്തിയായാലോ അല്ലെങ്കിൽ അതിനും ശാസ്ത്രീയമായ എന്ത് സംവിധാനമുണ്ടോ അത് ചെയ്ത് അധികാരികൾ ഞങ്ങളെ ഇവിടെ നിലനിർത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിരന്തര ഇടപെടലിന്റെ ഭാഗമായി ഇറിഗേഷൻ വകുപ്പ് മേഖലയിലെ 450 മീറ്റർ ദൂരം കടൽഭിത്തി നിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് നൽകിയ 6.5 കോടി രൂപയുടെ പദ്ധതി ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ബീച്ച് മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും കുടിവെള്ളവും സംരക്ഷിക്കുന്നതിനായി അടിയന്തരമായി കടൽഭിത്തി നിർമ്മിക്കണമെന്ന് വാർഡ് മെമ്പർ നൗഫൽ വലിയകത്ത് ആവശ്യപ്പെട്ടു. ഇനിയും മൗനം തുടരുന്ന പക്ഷം ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ തൃശ്ശൂർ കളക്ടറേറ്റ് അതുപോലെ തന്നെയുള്ള MLA ഒരു സ്ഥിര സന്ദർശനം നടത്തിയ ആളാണ്. പക്ഷെ ഇതുവരെ ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, ഇത്തരം ആളുകൾക്കൊക്കെ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെക്കും ഒരു നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ കടൽഭിത്തി നിർമ്മാണം, ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് കടൽഭിത്തി നിർമ്മാണം, അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ നിരന്തരമായിട്ട് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരിവിടെ വന്നിട്ട് അളവെടുക്കുകയും 450 മീറ്ററിന് 6.5 കോടി രൂപ ചിലവ് വരുന്നതാണ് അവർ പറയുന്നത്. അവരോട് നമ്മൾ ഈ ചിലവ് വരുന്ന തുക എങ്ങനെ വകയിരുത്തി ചോദിക്കുമ്പോൾ അത് അധികാരികളാണ് വകയിരുത്തേണ്ടതെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞാൽ അവർക്ക് ഫണ്ട് ലഭിക്കുന്നില്ല, ഫണ്ട് ലഭിക്കുന്നവർക്ക് മാത്രമാണ് അവർക്ക് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് അവർ പറയുന്നത്. നമ്മളിപ്പോഴും പറയുന്നത് ഈ 6.5 കോടി രൂപ ചിലവഴിച്ചിട്ട് 450 മീറ്ററെങ്കിലും ഇപ്പം ഇത് ശരിയാക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഈ പറയുന്ന കടലോരം 450 മീറ്റർ എന്നുള്ള മാറിയിട്ട് അത് ഒരു 1000 മീറ്ററിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കടലേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിങ്ങളിവിടെ കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം ജനങ്ങളുടെ വേദനയാണ്. കാരണം ഇന്ന് സ്വത്തിനും ജീവനും ഭീഷണിയായ സ്ഥിതിക്കാണ് അവർ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. പല വീടുകളും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും അവരിവിടുന്ന് മാറിപ്പോണ ഒരു ആശങ്കയിലാണ് നിലനിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികൾ കാണണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കണ്ടശാങ്കടവ് താനാപാടം കനാൽ കരയിലെ വലിയ മരങ്ങൾ നീരൊഴുക്കിന് തടസ്സമാകുന്നു. മഴ ശക്തമായതോടെ കനാലിലൂടെയുള്ള നീരൊഴുക്ക് കൂടിയെങ്കിലും കരയിലുള്ള വലിയ മരങ്ങളുടെ ചില്ലകൾ കനാലിലേക്ക് ചാഞ്ഞു കിടക്കുന്നതിനാൽ വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമാകുന്നു. വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ചില്ലകളിൽ ചണ്ടിയും കുളവാഴയും തങ്ങി നിന്നാണ് ഒഴുക്കിന് തടസ്സമുണ്ടാക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇടപെട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ മഴ കൂടുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് പോലെയുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികളുടെ ശോചനീയാവസ്ഥയിൽ BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു.
സ്ത്രീകളും വയോധികരുമടക്കം 100 കണക്കിനു പേർ ദിവസേന വന്നുപോകുന്ന ഒട്ടനവധി ഓഫീസുകളുള്ള തൃപ്രയാറിലെ ഭരണസിര കേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറികളിൽ വെള്ളവും വെളിച്ചവുമില്ല. വാതിലുകൾ അടച്ചിടാൻ പോലും സാധിക്കുന്നില്ല. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് BJP നേതാക്കളായ KS സുധീർ, NS ഉണ്ണിമോൻ, ലാലൂണുങ്ങൽ എന്നിവരാണ് പ്രതിഷേധിച്ചത്. ഗവൺമെന്റിൻ്റെതായ ഇത്രയും സ്ഥാപനങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ സിവിൽ സ്റ്റേഷനിൽ നല്ല രീതിയിലൊന്നും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണപ്പെടും. ഉള്ളിൽ നിന്ന് ഒരാൾ കയറി പിടിച്ചിട്ട് വേണം ലേഡീസിൻ്റെ ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഈ ബാത്റൂമിൽ വളരെ വൃത്തിഹീനമായുള്ള രീതിയിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഇവിടുത്തെ ഒരുപാട് സ്ഥാപനം, അതായത് എക്സോസ്റ്റ്, അതുപോലെ മുകളിൽ ടാങ്കിൽ പൈപ്പ് കൂട്ടിയിട്ട് വെള്ളം ഒരുപാട് നാളുകളാണ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ വിവരം അറിയിച്ചിട്ടും യാതൊരു വിധ നടപടികളും അവർ സ്വീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് സ്ഥാപനത്തിലെ ജീവനക്കാർ നമ്മളെ ഈ വിവരം അറിയിച്ചിട്ടും അവർ നേരിട്ട് പറഞ്ഞിട്ടും ഇതിന് വേണ്ട നടപടികൾ സിവിൽ സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. വാടാനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വാടാനപ്പള്ളി റേഞ്ച് ഓഫീസർ CK ചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ കണ്ണൻ മാസ്റ്റർ, പ്രധാനാധ്യാപിക റീന, PTA പ്രസിഡന്റ് ഷൈന മുഹമ്മദ്, RA ഷെരീഫ്, അനീഷ സലാം, PS സയാൻ എന്നിവർ സംസാരിച്ചു. പിന്നെ മൂന്നാമത്തെ ലഹരി വരുന്നതെങ്കിൽ കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങളാണ്. നിങ്ങൾ പത്രത്തിൽ ഇഷ്ടംപോലെ വായിച്ചിട്ടില്ലേ? ഇത് കൂടാതെ ഇഷ്ടംപോലെ ലഹരി മരുന്നുകളുണ്ട്. പത്രത്തിൽ സ്ഥിരമായി വരുന്ന വാചകങ്ങൾ, അതായത് പേരുകൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. കാരണം അതല്ലെങ്കിൽ അത് നിങ്ങൾ തേടി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഞ്ചാവിന്റെ ഉൽപ്പന്നങ്ങൾ ഉപോൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതിലൊന്നും പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളും അധ്യാപകരും ചേർന്ന് മനുഷ്യച്ചങ്ങല തീർത്തു. സ്നേഹം, സന്തോഷം, സമാധാനം, കരുതൽ, പരസ്പര വിശ്വാസം എന്നിവ ഉൾക്കൊള്ളുന്ന ജീവിത ലഹരിയാണ് നമുക്ക് വേണ്ടതെന്ന് പ്രതിജ്ഞ ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ സിജി, അനു എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ 29-30 തീയതികളിൽ വലപ്പാട് ചന്തപ്പടി ഓപ്പൺ സ്റ്റേജ് പരിസരത്ത് ഞാറ്റുവേല ചന്ത നടക്കും. ചന്തയിൽ പഞ്ചായത്തിലെ കർഷകർക്ക് വിവിധതരം വിത്തുകളും നടീൽ വസ്തുക്കളും ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും പഴം, പച്ചക്കറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങാനും വിൽക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട്. കായ്ക്കോ, കൃഷിശ്രീ സെന്റർ, കുടുംബശ്രീ ഇക്കോ ഷോപ്പ്, കർഷക സംരംഭകർ എന്നിവരുടെ വിപണന സ്റ്റാളുകൾ ഉണ്ടായിരിക്കും. ഞാറ്റുവേല ചന്തയിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും കർഷക സംരംഭകർക്ക് ജൂൺ 26, 27 തീയതികളിലായി കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ കൃഷിഭവൻ ഓഫീസ് പോളിടെക്നിക് വടക്കുവശത്തുള്ള BSNL ക്വാർട്ടേഴ്സിലേക്ക് മാറ്റുന്നതായി നാട്ടിക കൃഷി ഓഫീസർ അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്,
Tuition for state and CBSE, LP, UP, high school, +2, UG, PG, diploma, all subjects. Montessori pre-primary computer teacher training. College of Fashion Design, Paramedical Academy, Computer Academy. കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലേക്ക് റാലിയും തുടർന്ന് ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു.
NSS പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സ്മിത കുമാർ, ഗൈഡ്സ് ക്യാപ്റ്റൻ TJ സ്മിത, സിദ്ധിമോൾ, ടീന, അലക്സ്, രാജി, ബിന്ദു പേരാത്ത്, സൗമ്യ എന്നീ അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മാരക വിപത്താണ് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും. വലപ്പാട് ഭാരത് വിദ്യാമന്ദിറിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വലപ്പാട് SI VN സാബു ഉദ്ഘാടനം ചെയ്തു. MDMA പോലുള്ള മാരക ലഹരി മരുന്നുകളുടെ ദൂഷ്യവശങ്ങൾ ചെറുതല്ലെന്നും ജീവിതമാണ് നമ്മൾ ലഹരിയാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിനോട് നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ടെന്നും അതിനായി നമ്മുടെ ജീവിതം ശരിയാം വിധം ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നൃത്തശില്പവും മൈമും സ്കൂൾ അങ്കണത്തിലും തൃപ്രയാർ ജംഗ്ഷനിലും അവതരിപ്പിച്ചു. KPM സൊസൈറ്റി സെക്രട്ടറിയും സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററുമായ R ദിനേശൻ, മാനേജർ അജിത് പ്രസാദ്, സീനിയർ വൈസ് പ്രിൻസിപ്പൽ ജ്യോതി A, ജൂനിയർ വൈസ് പ്രിൻസിപ്പൽ സരിത N, സുനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റർമാരായ വിദ്യ, ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഏത് രാഷ്ട്രമാണ്? ബ്രിട്ടനാണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്നത്? അതിന് കാരണം അറിയാം ആർക്കെങ്കിലും? കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും, ഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളിലും അവരുടെ കോളനികൾ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കോളനിയിൽ രാത്രിയാകുന്ന സമയത്ത് മറ്റൊരു കോളനിയിൽ അവരുടെ പ്രഭാതമായിരിക്കും. അതാണ് ഒരു സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയാനുള്ള കാരണം. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC, SPG, വിമുക്തി കൗമാര ക്ലബ് എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രിൻസ് മദൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക അബ്സദ്, പ്രിൻസിപ്പാൾ ആശ, CPO പ്രേംകുമാർ, ജാസ്മിൻ, അമ്പിളി എന്നിവർ നേതൃത്വം നൽകി. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നാട്ടിക NES കോളേജിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു. കോളേജിലെ ലഹരി വിരുദ്ധ സെല്ലിന്റെയും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ലഹരി വിരുദ്ധ സെമിനാർ നടന്നത്. വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ സോണി മത്തായി ഉദ്ഘാടനം ചെയ്തു. കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ NC അനീജ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, വലപ്പാട് SI വിനോദ് കുമാർ, CPG ഇൻചാർജ് ഓഫീസർ ലെനിൻ, CPO സനീഷ്, അധ്യാപകരായ MV ലതിമോൾ, V ശശിധരൻ, NV സ്മിത എന്നിവർ സംസാരിച്ചു. കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു മനസ്സ് വേണം, പിന്നെ നമുക്ക് നല്ലൊരു കുടുംബം വേണം. അവിടെ കുട്ടികൾ, ഫാമിലി, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് വളരെ സന്തോഷമായിട്ട് സുരക്ഷിതമായിട്ടിരിക്കണം.
അതുപോലെ തന്നെ മറ്റുള്ള രോഗങ്ങളൊന്നും നമുക്കുണ്ടാകരുത്. മറ്റുള്ള മാനസിക ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നിങ്ങളെ അകറ്റുന്ന മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും നമുക്കുണ്ടാകരുത്. നമുക്ക് അത്യാവശ്യം ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണം. ആദ്യം പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്വസ്ഥമായിട്ട് ജീവിക്കുക. ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം. ഇപ്പോൾ നമ്മളൊരു വലിയ മുതലാളിയായിട്ട് ജനിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. മുതലാളിമാർക്കായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ ജീവിതത്തിന്റെ അളവുകോല് എന്ന് പറയുന്നത് സമ്പത്തോ അല്ലെങ്കിൽ പ്രശസ്തിയോ പ്രതാപമോ ഒന്നുമല്ല. കണ്ടശാങ്കടവ് SH ഓഫ് മേരി CGHSൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. സിവിൽ പോലീസ് ഓഫീസർ KV വിപിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ ഐറിൻ ആന്റണി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിമുക്ത നവകേരളം വിദ്യാർത്ഥി പാർലമെന്റ് സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലഹരി വിരുദ്ധ റാലി, ലഹരി വിരുദ്ധ ഗാനം എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്കായി മോണോ ആക്ട് മത്സരവും UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്ലേ കാർഡ് നിർമ്മാണ മത്സരവും നടത്തി. സിസ്റ്റർ ലിജി മരിയ, ലിഷ ടീച്ചർ, ഹണി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ലോക ലഹരി വിരുദ്ധ ദിനം പെരിങ്ങോട്ടുകര സെറാഫിക് സ്കൂളിൽ ആചരിച്ചു. അസംബ്ലിയിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പ്രധാനാധ്യാപിക ടെസിൻ ജോസഫ് കുട്ടികൾക്ക് സന്ദേശം നൽകി. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുകയാണ്. നമുക്കറിയാം, ലഹരി ആദ്യം നമ്മെയും പിന്നീട് നമ്മുടെ കുടുംബത്തെയും അതിനെ തുടർന്ന് നമ്മുടെ നാടിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഉണർന്നെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. കൊച്ചുമക്കളായി നിങ്ങളുടെ ബോധവൽക്കരണ പരിപാടികളാണ് നല്ല നാളേക്ക് വേണ്ട നല്ല മക്കളെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ലഹരി ഉപേക്ഷിക്കൂ 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 എന്ന് വിളിച്ചു പറയുന്ന നാം വലുതായി കഴിയുമ്പോൾ അധ്യാപകരും കുട്ടികളും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. മയക്കുമരുന്നുകൾ സമൂഹത്തെ തകർക്കുന്ന വിപത്താണ് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫ്ലാഷ് മോബ് കുട്ടികൾ അവതരിപ്പിച്ചു. അന്തിക്കാട് SI ജോസി ജോസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. പോസ്റ്റർ മത്സരം, സൈക്കിൾ റാലി, കുട്ടിച്ചങ്ങല എന്നിവയുമുണ്ടായി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനം സ്കൂൾ SPGയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ലഹരിവിരുദ്ധ ദിന ബോധവൽക്കരണ ക്ലാസ് ഡീക്കൻ ക്ലിന്റ് പാണേക്കാടൻ നയിച്ചു. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം നൽകുകയുമുണ്ടായി. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലേകാർഡ് നിർമ്മാണവും ലഹരിവിരുദ്ധ റാലിയും നടത്തി. അധ്യാപകരായ ലിജി, ആൻസി, അബ്രഹാം ബേസിൽ എന്നിവർ നേതൃത്വം നൽകി.
ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. NSS സ്കൂൾ വിമുക്തി ക്ലബ്, ഗൈഡ്, NCC എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. സിവിൽ എക്സൈസ് ഓഫീസർ PA അഫ്സൽ ക്ലാസ് എടുത്തു. വൈസ് പ്രിൻസിപ്പൽ ഷീബ, പ്രധാനാധ്യാപിക ബീന എന്നിവർ സംസാരിച്ചു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത പെൺകുട്ടികൾ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്വന്തമായിട്ടില്ലാത്ത പെൺകുട്ടികൾ 1 2 3 4 5 6 7 8 9 പേർക്കാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തത്. ബാക്കി എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളതൊരു മോശം കാര്യമായിട്ടൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതായത് ഇത് ഉള്ള ആൾക്കാരൊക്കെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് ഉപയോഗിക്കാൻ അറിയണം അല്ലേ? അതായത് അതിന്റെ ബാഡായിട്ടുള്ള വശം തള്ളി നീക്കി ഉപയോഗിക്കാൻ അറിയണ്ടേ നിങ്ങൾക്ക്? അതറിയാത്തടത്തോളമാണ് പ്രശ്നത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയച്ചൂടെ അയക്കാലോ. നമ്മൾ പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെച്ചാലും അയച്ചൂടെ അയക്കാം. പ്രൈവറ്റ് അക്കൗണ്ട് ആക്കി വെച്ചാൽ നമ്മളുടെ സ്റ്റോറീസും കാര്യങ്ങളും കാണില്ല എന്നുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് വിടും. മൈൻഡ് ചെയ്യാണ്ട് വിട്ട് പിന്നീടും ഈ പറയുന്ന ആളുകൾ കുത്തിപ്പിടിച്ച് മെസ്സേജ് ചെയ്ത് അവസാനം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാണ്? വീണ് പോവാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേറ്റുവയിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തൊഴിലാളിക്ക് പരിക്ക്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രം നാലമ്പല തീർത്ഥാടനത്തിനൊരുങ്ങുന്നു. വാടാനപ്പള്ളി ഫസൽ നഗർ ബീച്ചിൽ കടലേറ്റം രൂക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.